പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ത്രേസ്യാമ്മ. ഞാൻ കോട്ടപ്പുറം രൂപത ക്രിസ്തുരാജ ദേവാലയ അംഗമാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2022 ഏപ്രിൽ 5-ാം തീയതിയാണ്. ഇവിടെ വരാനുണ്ടായ കാരണം എൻ്റെ മകളും മരുമകനും വിദേശത്തായിരുന്നു. അവരുടെ കുട്ടികളെ എൻ്റെ അടുത്താക്കിയിട്ടാണ് അവർ പോയിരുന്നത്. 2021 മാർച്ച് 24-ാം തീയതി എൻ്റെ മോള് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന പാമ്പ് കടിയേറ്റ് മരിച്ചു. അതറിഞ്ഞിട്ടാണ് എൻ്റെ മോള് വീട്ടിൽ നിന്ന് വരുന്നത്. ഞങ്ങളാകെ മരണത്തിൻ്റെ വക്കീലേക്ക് 1 വർഷക്കാലം ഡിപ്രഷൻ മോഡലിൽ ഇങ്ങനെ നടന്നു. അതിന് യൂട്യൂബിൽ കൂടി കേട്ടിട്ടാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാനാണ് ഉടമ്പടി എടുക്കാൻ വന്നത്. അപ്പോൾ അവളും കെട്ടിച്ചാൻ അവളും ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞ് അവളും ഉടമ്പടി എടുത്ത് 5-6 മാസം കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് അവൾക്ക് മൂത്ത കൊച്ചിന് പോകാനുള്ള വിസ ശരിയായി. അവളും മൂത്ത കൊച്ചും അവൻ്റെ അടുത്തേക്ക് പോയി. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞ് അവനുള്ള കാര്യങ്ങൾ അവൾ പറയും. എൻ്റെ പേര് ലയ, ഹസ്ബൻഡിൻ്റെ പേര് ബിനോയ്. എൻ്റെ ഇടവക തൃശ്ശൂർ ജില്ലയിലെ കുണ്ടൂർ ആലമറ്റ മേരി ഇമാക്കുലേറ്റ് ചർച്ചാണ്. എൻ്റെ അമ്മച്ചി പറഞ്ഞ പോലെ ഞങ്ങളുടെ മകളാണ് 2021 മാർച്ച് 24-ാം തീയതി പാമ്പ് കടിയേറ്റ് മരിച്ച്. അതറിഞ്ഞിട്ടാണ് ഞങ്ങൾ നാട്ടിലോട്ട് വന്നത്. അതിനുശേഷം ഒരു കുട്ടിക്ക് ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും നടന്നില്ല. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് തിരിച്ചു പോയി. പിന്നെ ഞങ്ങളുടെ വിസ, എൻ്റെയും എൻ്റെ മൂത്ത മകൻ്റെയും വിസ ശരിയായി. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് എനിക്കൊരു HSCയുടെ ഒരു എക്സാം ഉണ്ടായിരുന്നു, PSC. അപ്പോൾ PSC എക്സാം എഴുതുമ്പോൾ അച്ഛനെ കാണാനൊരവസരം കിട്ടും എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ വന്നു. PSCയുടെ എക്സാമിൻ്റെ പേപ്പർ കാണിച്ചു. അച്ഛനോട് PSCയുടെ കാര്യം പറയുന്നതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ജീവിതത്തിലെ കാര്യവും അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, നിനക്ക് PSC വേണോ അതോ കുട്ടിയെ വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കുഞ്ഞിനെയാണ് വേണ്ടത്, PSC അല്ല എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, 9 മാസം എല്ലാം ശരിയാകും, നീ ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോയി. 2024 ജനുവരിയിൽ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ ഞങ്ങൾ വിദേശത്തായിരുന്നു. അവിടെ ഹോസ്പിറ്റലിൽ റെഗുലറായിട്ട് ചെക്കപ്പിന് പോയി. 5-ാം മാസ ചെക്കപ്പ് കഴിഞ്ഞു. എല്ലാം നോർമലാണ്, പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് 6-ാം മാസത്തെ ചെക്കപ്പിന് ചെന്നപ്പോൾ നോർമലായിട്ടുള്ള ചെക്കപ്പിനാണ് ചെന്നേ. അപ്പോൾ എന്നോട് പറഞ്ഞു, ചെറിയൊരു പ്രോബ്ലം കാണുന്നുണ്ട് സ്കാനിങ്ങിൽ, അപ്പോൾ വേറൊരു ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യാം, അവിടെ പോയിട്ട് എത്രയും പെട്ടെന്ന് ഒരു സ്കാൻ എടുത്തിട്ട് വരണം, എന്നാലും അടുത്തത് എന്ത് ചെയ്യണമെന്നൊക്കെ നോക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ സ്കാനിങ്ങിന് അപ്പോയിൻമെൻറ്റ് എടുത്തു. അതിനൊപ്പം തന്നെ ഇവിടെ ഞാൻ അവിടെ ആയതുകൊണ്ട് അമ്മച്ചനെ വിളിച്ച് പറഞ്ഞു, എനിക്ക് വേണ്ടി അമ്മച്ചാണ് ഉടമ്പടി എടുത്തിരുന്നത്. അപ്പോൾ അമ്മച്ചിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഡോക്ടേഴ്സ് പറയുന്നത്, അതുകൊണ്ട് അമ്മച്ചി എത്രയും പെട്ടെന്ന് കൃപാസനത്തിൽ പോയി കാര്യം പറയാൻ പറഞ്ഞു. അമ്മച്ചി അവിടെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ ഞാൻ അവിടെ നിന്ന് അയച്ചു കൊടുത്തു, മുമ്പത്തെ എല്ലാനും. അതിവിടെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് ഒരു അച്ഛനെയാണ് കണ്ടത്, ഒരു സിസ്റ്ററേയും കണ്ടു. പറഞ്ഞു, ഒരു കുഴപ്പമുണ്ടാവില്ല, നന്നായിട്ട് പ്രാർത്ഥിച്ചോ, സ്കാനിങ്ങിലെല്ലാം നോർമലായിരിക്കും എന്ന് പറഞ്ഞു. അതേപോലെ സ്കാൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു, ആദ്യം ചെയ്ത ഡോക്ടർക്ക് എന്തോ തെറ്റ് പറ്റിയതാണ്, സ്കാനിങ്ങിലൊന്നും ഒരു പ്രശ്നമില്ല, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് 34 ആഴ്ചയായപ്പോൾ എനിക്ക് ഫ്ലൂയിഡ് ലീക്കാവാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, 35 ആഴ്ചയാകാതെ സിസേറിയനോ നോർമലോ ഒന്നും അവർ ചെയ്യില്ല, 35 ആഴ്ച ആവണ വരെയെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും, അതിനിവിടെ അഡ്മിറ്റ് ചെയ്യാം, അതല്ലാതെ നമുക്കൊന്നും വേറെ ചെയ്യാൻ പറ്റില്ല, കൊച്ചിനാകെ 2 കിലോ താഴെ വെയിറ്റ് ഉള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടെയാണെങ്കിൽ എന്നെ മാത്രമേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുള്ളൂ, ബൈസ്റ്റാൻഡേഴ്സിനെ നിർത്തില്ല. മൂത്ത കുട്ടിയുള്ളത് കൊണ്ടും ഹസ്ബൻഡിന് ഏതു നേരം വരാനും പറ്റില്ല, കാരണം അവനെ ഹോസ്പിറ്റലിൽ കയറ്റില്ല. ആ ഹോസ്പിറ്റലിൽ ഞാൻ ഒറ്റയ്ക്ക് കിടന്നു. നമ്മളുടെ ഇവിടുത്തെ പോലെ ഫ്ലൂയിഡ് ലീക്കാവുമ്പോൾ കട്ടിൽ പൊക്കിയിടുക അതൊന്നുമില്ല. നോർമൽ രീതിയിൽ എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ തന്നെ പോകണം, കൊച്ചിൻ്റെ മൂവ്മെൻറ്റ് എടുക്കാൻ ഞാൻ തന്നെ നടന്ന് അപ്പുറത്തെ റൂമിലോട്ട് പോകണം. ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഫ്ലൂയിഡ് ലീക്കായി എനിക്ക് കൊച്ചിൻ്റെ അനക്കം കിട്ടാതായി തുടങ്ങി. ഞാനപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ഗൈനക്കോളജിസ്റ്റിനോട് പറഞ്ഞു, എനിക്ക് കൊച്ചിൻ്റെ അനക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്, ഇയാളുടെ ടെൻഷനാണ്, പേടിക്കൊന്നും വേണ്ട, കൊച്ചിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. വീണ്ടും എല്ലാ ദിവസവും ഞാൻ വരുന്ന നഴ്സുമാരോടും ഡോക്ടർമാരോടും പറയും, അനക്കം കിട്ടുന്നില്ല. ഹസ്ബൻഡ് വിളിച്ചിട്ട് പറയും, നീ ഡോക്ടറോട് വെച്ചുകൊണ്ടിരിക്കില്ലേ, അനക്കം കിട്ടുന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ നേഴ്സാണ്, ആളും പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് പറ്റിയില്ലെങ്കിൽ സിസേറിയൻ ചെയ്ത് നമുക്ക് കുട്ടീനെ എടുക്കാം, റിസ്ക് എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴും അവിടുത്തെ ഡോക്ടേഴ്സ് പറയും, 35 ആഴ്ച ആവാതെ ഞങ്ങളൊന്നും ചെയ്യില്ല, ഞങ്ങൾ മോണിറ്റർ ചെയ്യും, ഹാർട്ട് ബീറ്റ് ഓക്കെ ആണോ എന്ന് നോക്കും, അത് മാത്രമേ ചെയ്യത്തുള്ളൂ, ഇയാൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലൊരു ഫോട്ടോ എടുത്തിട്ട് അമ്മച്ചി പറഞ്ഞു എനിക്ക് അയച്ചതായോ, ഞാൻ കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു അമ്മച്ചി. അങ്ങനെ ഞാനൊരു ഫോട്ടോ എടുത്ത് അമ്മച്ചിക്ക് അയച്ചു കൊടുത്തു. അമ്മച്ചി അന്ന് ഇവിടെ വന്നു, രാവിലെ ഓഗസ്റ്റ് 3 ഇവിടെ വന്നു, അച്ഛനെ കണ്ടു, കാണിച്ചു കൊടുത്തു. എല്ലാം നോക്കിയിട്ട് പറഞ്ഞു പേടിക്കണ്ട, ഒക്കെ ഓക്കെ ആവും, ഇന്നെല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നെ ഫ്ലൂയിഡ് ലീക്കായിട്ട് അഡ്മിറ്റ് ചെയ്ത ഗൈനക്കോളജിസ്റ്റ് അന്ന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് എന്നോട് ഒരു പ്രാവശ്യം സ്കാനിങ്ങിന് വരാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ഫ്ലൂയിഡ് കംപ്ലീറ്റ് പോയി, അതുകൊണ്ടാണ് തനിക്കിപ്പോൾ കുട്ടിയുടെ മൂവ്മെൻ്റ് ഒന്നും കിട്ടാത്തത്, അല്ലാതെ കുട്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, താൻ വന്നപ്പോൾ കുട്ടിയുടെ ഹെഡ് താഴെയായിരുന്നെങ്കിൽ ഇപ്പോൾ കൊച്ച് തിരിഞ്ഞു, കാല് താഴെയാണ്. മുൻപത്തെ 2 ഡെലിവറി രണ്ടും നോർമൽ ഡെലിവറി ആണെങ്കിൽ കൂടിയും ഇത് 99% സിസേറിയനെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടർ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊച്ചിനെ തിരിച്ചിട്ടിട്ട് എടുക്കാൻ പറ്റുന്നതുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ഫ്ലൂയിഡ് ഇല്ലാത്തതുകൊണ്ട് സിസേറിയൻ എന്നല്ലാതെ വേറൊരു മാർഗ്ഗം അതിനകത്തില്ല, നമുക്ക് എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യും, നമുക്ക് ഒന്നും കൂടി നോക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും വിളിച്ചിട്ട് സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു അല്ലെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞു നമുക്ക് നാളെ രാവിലെ വരെ വെയിറ്റ് ചെയ്യാം, താൻ പോയി ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് ഒരു 10 മിനിറ്റ് ആയില്ല, അപ്പോഴേക്കും എൻ്റെ അടുത്ത് ഒരു നേഴ്സിനെ വിട്ടിട്ട് പറഞ്ഞു ആ കുട്ടീനോട് നേഴ്സ് ഭക്ഷണം കഴിക്കില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എമർജൻസി ആയിട്ടൊരു C-സെക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല നേഴ്സ്, ഞാൻ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അന്ന് അതിനൊരു 6 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും, നമുക്കെന്നാൽ വെളുപ്പിന് ചെയ്യാം, ഇപ്പോൾ ഉള്ള ഗൈനക്കോളജിസ്റ്റ് പോയിട്ട് വെളുപ്പിനത്തെ ഗൈനക്കോളജിസ്റ്റ് വരുമ്പോൾ അപ്പോഴത്തേക്ക് നമുക്കത് ഷെഡ്യൂൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് എന്നെ റൂമിലാക്കി. അവർ വന്ന് എല്ലായ്പ്പോഴും മോണിറ്റർ ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു 11 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചെറുതായിട്ട് പെയിൻ വരുന്നുണ്ട്, അന്നു പറഞ്ഞു നമുക്ക് നടന്നു പോയിട്ട് എങ്ങനെയാണ് ഓപ്പണിംഗ് ആയോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞില്ല ഓപ്പണിംഗ് ആയിട്ടില്ല, തനിക്ക് സിസേറിയനേ ആവുള്ളൂ, നോർമൽ ആവില്ല, കൊച്ച് തിരിഞ്ഞാൽ കിടക്കുന്നത്, താൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു. തിരിച്ചെന്നെ റൂമിലാക്കി. ഞാൻ അവിടെ ഇരുന്ന് ഓരോ വേദന കൂടുമ്പോൾ ഞാൻ നേഴ്സുമാരെ വിളിക്കും. അവർ നോക്കിയിട്ട് പറയും, മോണിറ്റർ ചെയ്തിട്ട് പറയും കൊച്ചിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റാണ്, പെയിൻ ആയിട്ടില്ല, ഇയാൾക്ക് തോന്നുന്നതാണ്, ഇവിടെ കിടന്നോ വെളുപ്പിന് ചെയ്യാമെന്ന് പറയും. 11:30 ആയപ്പോൾ എനിക്ക് ഭയങ്കര പെയിൻ വന്നപ്പോൾ ഞാൻ അടുപ്പിച്ച് കുറേ പ്രാവശ്യം പല്ലടിച്ചപ്പോൾ ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു എന്നാൽ നമുക്ക് നടന്നു പോയി ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം, ഓപ്പണിംഗ് ആയോ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നടന്ന് അവിടെ ചെന്ന് ഞാൻ അവർ നോക്കി ചെക്ക് ചെയ്തപ്പോൾ ഓപ്പണിംഗ് ആയി തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ ഡോക്ടേഴ്സിനെ വിളിച്ചുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് പെയിൻ കൂടുകയും ഇവൻ്റെ കാല് പുറത്തേക്ക് വരികയും ചെയ്തു. അപ്പോൾ എത്രയും പെട്ടെന്ന് അവർ സ്ട്രെച്ചറിലിട്ട് കൊച്ചിനെയും കൊണ്ട് ലിഫ്റ്റ് കയറി അവിടെ ചെന്ന് 11:35 ആയപ്പോഴാണ് ഞാൻ നടന്ന് ഓപ്പണിംഗ് ആയോ എന്ന് നോക്കാൻ പോയത്. 11:45 ആയപ്പോഴേക്കും ഡെലിവറി കഴിഞ്ഞു. 2 കിലോ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഹോസ്പിറ്റലിൽ ഇൻക്യുബേറ്ററിൽ ഇടണമെന്ന് പറഞ്ഞു. 2 കിലോ ഉള്ളൂ, 35 ആഴ്ച ആവുന്നുള്ളൂ, ഇൻക്യുബേറ്ററിൽ ഇടണം, സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇട്ടു. അമ്മയ്ക്ക് ഇവിടെ ഡെലിവറി കഴിഞ്ഞ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു ദിവസം കൂടി ഹോസ്പിറ്റലിൽ നിൽക്കാം, അത് കഴിഞ്ഞാൽ വീട്ടിൽ പോയി വന്ന് കൊച്ചിന് പാൽ കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ താമസിക്കുന്ന വീടും ഹോസ്പിറ്റലും തമ്മിൽ 1 മണിക്കൂർ യാത്രയുണ്ട്. എല്ലാ ദിവസവും പോയി വരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് അവർ ഹോസ്പിറ്റലുകാർ തന്നെ അമ്മയുടെ അനുഗ്രഹം കൊണ്ടൊരു റൂം റെഡിയാക്കി തന്നു. ഞാനും അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കൊച്ചിനെ ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ അവിടെ നിന്നു. കൊച്ചിന് പാല് കൊടുത്തു. അധിക ദിവസങ്ങൾ കിടക്കാതെ തന്നെ മാതാവ് എല്ലാം പെട്ടെന്ന് അവൻ്റെ വെയിറ്റ് കൂടി, പാല് വലിച്ചു കുടിക്കാൻ തുടങ്ങി, എല്ലാം നോർമലായി. പെട്ടെന്ന് തന്നെ മാതാവിൻ്റെ സ്വർഗാരോഹണത്തിൽ നിന്ന് ഓഗസ്റ്റ് 15 മുൻപ് തിരിച്ച് വീട്ടിലെത്താനുള്ള അനുഗ്രഹം അമ്മ മാതാവ് തന്നു. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന് ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഇവിടെ നിർത്തിയ അമ്മ മാതാവിന് ഒരുപാട് നന്ദി. ഞാൻ ഭക്ഷണം കഴിച്ചതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് സിസേറിയനാണ് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്, രാവിലെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇല്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞു എമർജൻസി ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും ഈ സമയമായില്ല, വലിയ കോംപ്ലിക്കേഷനും വരാൻ വഴിയില്ല, മോള് പോയി ഇനി ഫുഡ് കഴിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ വന്നിട്ട് ഒരു ആപ്പിളേ കഴിച്ചുള്ളൂ, വേറെ ഒന്നും കഴിച്ചില്ല, അധികമൊന്നും കഴിച്ചില്ല. പക്ഷെ അത് കഴിച്ചപ്പോൾ പറഞ്ഞു എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചാൽ ഇനി 6 മണിക്കൂർ വെയിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ 6 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ട ഒരു അന്നേരത്ത് മാതാവായിട്ടായിരിക്കാം എന്നെക്കൊണ്ട് ആപ്പിൾ കഴിക്കാൻ തോന്നിയത്. ആ ആപ്പിൾ ഞാൻ കഴിച്ചില്ലായിരുന്നെങ്കിൽ അവർ എമർജൻസി ആയിട്ട് C-സെക്ഷൻ ചെയ്യാനാണ് നിന്നിരുന്നത്. അതില്ലാതിരിക്കാൻ ആ ഒരു ആപ്പിൾ കഴിച്ചതുകൊണ്ട് മാത്രം
അമ്മ മാതാവ് അതെനിക്കൊരു എത്രയും പെട്ടെന്ന് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ ഡോക്ടേഴ്സ് 99% സിസേറിയൻ പറഞ്ഞിരുന്ന ഒരു കാര്യം നോർമൽ ഡെലിവറിയിലൂടെ എനിക്കെൻ്റെ മകനെ തന്നു. ഒരുപാട് നന്ദി അമ്മ മാതാവിന്. പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിയോളിൽ പോയി ഭക്ഷണത്തിന് പൈസ കൊടുക്കും. എല്ലാ ആഴ്ചയും എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് കൊടുക്കും. പിന്നെ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് മരുന്നിന് പൈസ കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന കാണും. എല്ലാ 15 ദിവസം കൂടുമ്പോൾ കുമ്പസാരിക്കും. ആത്മീയമായിട്ട് ഈ ഒരു കാരണത്താൽ ഞങ്ങൾ നന്നായിട്ട് ദൈവത്തിലേക്ക് അടുത്തു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച എല്ലാ കാര്യങ്ങളും എൻ്റെ മൂത്ത മോന് നല്ലൊരു ജോലി മാറിക്കിട്ടാൻ വേണ്ടി കൊടുത്തു. അത് കിട്ടി, മാതാവ് തന്നു. ഇളയ മോന് ജോലി കിട്ടി, മരുമകൾക്ക് ജോലി. എല്ലാ കാര്യങ്ങളും ചോദിച്ചതിലപ്പുറം ഒരു പൂ ചോദിച്ചപ്പോൾ ഞങ്ങളൊരു കുഞ്ഞിനെയാണ് ചോദിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് തന്നപ്പോൾ കുഞ്ഞിനെയും തന്നു, എല്ലാം ഒന്നിച്ച് തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. ആത്മീയ ജീവിതം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. ദൈവത്തോട് കൂടുതൽ അടുക്കാനും പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടും. യൂട്യൂബിലെ ധ്യാനങ്ങൾ കേൾക്കും, ധ്യാനങ്ങൾ കൂടും, സാക്ഷ്യങ്ങൾ കേൾക്കും. അതാണ് ഇപ്പോൾ ഞങ്ങൾ കൂടുതലായിട്ടും വീട്ടിൽ ചെയ്തും കൊണ്ടിരിക്കുന്നത്. മൊബൈൽ വെച്ച് കുത്തിരുന്ന് കാണലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ദൈവകുമാരനും പരിശുദ്ധമ്മയ്ക്കും ഒരുപാട് നന്ദി. ഇനി അങ്ങോട്ടും ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തരുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഈ ഉടമ്പടി പ്രാർത്ഥനയിൽ നിലനിന്നുകൊണ്ട് ജീവിതത്തെ കൂടുതൽ അനുഗ്രഹപൂർണ്ണമാക്കാൻ മാതാവ് എന്നെയും ഇവിടെയുള്ള എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഒരിക്കൽ കൂടി അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞു. ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തോട് ഒരുപാട് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. സങ്കീർത്തന 139:16 വചനമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവത്തിൻ്റെ കൈവശമുള്ള ഒരു വലിയ പദ്ധതിയാണ്. നമ്മുടെ വിജയം ദൈവത്തിൻ്റെ കണ്ണുകളിൽ നിന്നാണ്. നമുക്ക് നമ്മുടെ വഴി കാണുന്നില്ല എന്ന് തോന്നുമ്പോഴും ദൈവം നമ്മുടെ ജീവിതം കാണുന്നുണ്ട് എന്നുള്ള ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് വെളിപ്പെടുത്തുന്നത്. അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നീ ഒരുപക്ഷെ അറിയപ്പെടാത്തവനാവാം, വില കുറഞ്ഞവനാവാം, പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കൂടി മുന്നോട്ട് പോകാൻ കഴിയാതെ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് തിരിഞ്ഞു നിൽക്കുന്നവനാവാം. നിൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ശ്രദ്ധയിലുണ്ടെന്നാണ് ഇന്നത്തെ വചനം പറയുന്നത്. അനിശ്ചിതത്വത്തിനിടയിൽ ഉറപ്പ് നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് പരിശുദ്ധ അമ്മ. നാം ജനിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം നമ്മെ അറിയുന്നു. നമ്മുടെ ശരിക്കും പൂർണ്ണമായി രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെയാണ് ദൈവം നമ്മെ കാണുന്നുണ്ടെന്നുള്ളൊരു വലിയൊരു സാക്ഷ്യമാണ് ലിയ ജോസും അമ്മയും നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈ മക്കളുടെ ജീവിതത്തിൽ രണ്ടാമത്തെ കുട്ടി ഇവർ ജോലി എന്ന വിദേശത്താണ്. ഗ്രാൻഡ് മദറിൻ്റെ കൂടെയാണ് ഇവരുടെ താമസം. പാമ്പ് കടിച്ചാണ് രണ്ടാമത്തെ മകൾ മരിച്ചത്. ആ മരണശേഷം ഇവർ വളരെ പ്രയാസപ്പെട്ടു, സങ്കടപ്പെട്ടു. ഒത്തിരി തകർന്ന ആ നിമിഷങ്ങളിലാണ് ഈ അമ്മയും ഈ മകളും ഇവിടെ വന്ന് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പുതിയ ഒരു ഉടമ്പടി എടുക്കുകയും നല്ലൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ മകൾ ഇവിടെ വന്ന് ഇന്ന് സാക്ഷ്യം പറയുന്നത്. പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തപ്പോൾ ഈ മകൾക്ക് നിയമപ്രകാരം നമ്മൾക്ക് ഡോക്യുമെൻറ്റ്സ് വേണം. ഡോക്യുമെൻറ്റ്സ് ഇല്ലാത്തതിനാൽ PSC എക്സാമാണ് ഈ മകൾ പറഞ്ഞത്. PSC എക്സാമിന് കാണാനായിട്ട് അച്ഛനെ കാണുവാനുള്ള ഡോക്യുമെൻറ്റ്സുമായിട്ടാണ് ഇവിടെ വന്നത്. അച്ഛനെ കണ്ടപ്പോൾ ഈ മകൾ പ്രാർത്ഥനയോടൊപ്പം അച്ഛനോട് പറഞ്ഞത് എനിക്കൊരു കുട്ടിയെ വേണമെന്നും കൂടിയായിരുന്നു. അപ്പോൾ അച്ഛൻ ചോദിച്ചത്, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനാണ് ചോദിച്ചത്, മകളെ നിനക്ക് PSC വേണോ അതോ കൊച്ചിനെ വേണമോ എന്ന്. ഈ മകൾ പറഞ്ഞത് എനിക്കൊരു കുട്ടിയെ വേണമെന്നാണ്. വീണ്ടും അച്ഛൻ അമ്മയുടെ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് വന്നതിന് ശേഷം പറഞ്ഞു 9 മാസത്തിനകം എല്ലാം ശരിയാകുമെന്ന്. അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞത് പ്രകാരം തന്നെ ഈ മകൾ പ്രഗ്നൻ്റ് ആവുകയും പിന്നീടുള്ള പ്രഗ്നൻസി പീരീഡിലുള്ള എല്ലാ ഡിഫിക്കൽട്ടീസും എല്ലാം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഈ മകൾ നല്ല ഡീറ്റെയിൽസ് ആയിട്ട് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. എങ്കിലും ഓരോ ആഴ്ചയിലും ഓരോ സ്കാനിങ്ങിന് പറഞ്ഞത് പ്രകാരം 34-ാം ആഴ്ചയിൽ വെള്ളം ലീക്കായിപ്പോയി.
പിന്നീട് 35 ആഴ്ച കഴിയാതെ ഒന്നും ചെയ്യാനാവില്ല എന്നൊരു സ്ഥിതിയിലായി. സിസേറിയൻ ചെയ്യുവാനോ നോർമൽ ഡെലിവറിക്കോ പറ്റാത്തൊരവസ്ഥ. ഒന്നും ചെയ്യാൻ പറ്റില്ല. കുട്ടിക്ക് 2 കിലോയിൽ കുറവാണ്, താഴെയാണ് വെയിറ്റ്. ആ അവസ്ഥയിൽ, ഒന്നും ചെയ്യാത്ത അവസ്ഥയിൽ ഇവർക്ക് ആകെപ്പാടെയുള്ള ഒരു വഴി ഈശോയും അമ്മയും മാത്രമാണ്. മെഡിക്കൽ സയൻസിനൊന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഇവർ കണ്ണീരോടെ പ്രാർത്ഥിച്ചത് ഈശോയും അമ്മയോടുമാണ്. വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലവും ഉടമ്പടി വസ്തുക്കളും ഉപയോഗിച്ചെന്നാണ് അവരെന്നോട് ഷെയർ ചെയ്തത്. അങ്ങനെ പിന്നെ ഈ വീണ്ടും മകൾ പറഞ്ഞത് കുട്ടിക്ക് അനക്കമില്ല എന്നാണ്. വാട്ടർ ലീക്ക് ആയതുകൊണ്ടാണ് കുട്ടിക്ക് അനക്കമില്ല, മകൾക്ക് ഫീൽ ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് ഇവർ പ്രാർത്ഥനയോടെ വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആ ഹോസ്പിറ്റലിലെ ഫോട്ടോയും എടുത്താണ് ഈ അമ്മ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വീണ്ടും വന്ന് പ്രാർത്ഥിച്ചത്. വീണ്ടും അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അവർ ഹോസ്പിറ്റലിൽ പല ദിവസം കിടന്നു, ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല, ഡോക്ടേഴ്സൊന്നും പറയുന്നില്ല എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങോട്ട് മുന്നോട്ട് പോകണം എന്നൊന്നും അറിയില്ല. കുട്ടിക്ക് വളരാനുള്ള ഒരു സാധ്യതയില്ല, കാരണം വെള്ളമില്ല ഗർഭപാത്രത്തിൽ. പിന്നെ 35 ആഴ്ച കഴിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥ. ആ ഹോസ്പിറ്റലിൽ നിന്ന സമയത്താണ് ഈ മകൾ ഫോട്ടോ എടുത്ത് അമ്മയ്ക്ക് അയച്ചു കൊടുക്കുകയും വീണ്ടും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ റിക്വസ്റ്റ് ചെയ്തത്. അങ്ങനെ അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇതാണ്, ഇന്ന് തന്നെ എല്ലാം ശരിയാകുമെന്ന്. അന്ന് വരെ ഡോക്ടേഴ്സ് ഒന്നും പറയാതിരുന്നു. ഈ മകൾക്കാകെ ടെൻഷനായിരുന്നു. ഹസ്ബൻഡിനെ വിളിച്ചു, നേഴ്സിനെ വിളിച്ചു, ആർക്കും ഒന്നും പറയാൻ മേലാത്തൊരവസ്ഥയിലാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാം ശരിയാകുമെന്നാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത്. അതുപോലെ തന്നെ അന്ന് തന്നെ വൈകുന്നേരം സ്കാൻ ചെയ്തപ്പോൾ വീണ്ടും അവർ പറഞ്ഞത് കാല് താഴെയാണ്. വീണ്ടും പ്രശ്നങ്ങൾ, കൂടുതലും പ്രശ്നങ്ങളാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നീട് ഈശോയും അമ്മയും ഇവരുടെ കയ്യിൽ ഇടപെട്ട് സിസേറിയന് തന്നെ തീരുമാനിച്ചു. അപ്പോൾ മോളോട് പറഞ്ഞ് പോയി ആഹാരം കഴിച്ചിട്ട് വാ, ഇപ്പോൾ ഇന്ന് നടക്കില്ല, നാളെ രാവിലെ നടത്തും. അങ്ങനെയാണ് അന്ന് പോയി ആ മകൾ ഒരു ആപ്പിൾ കഴിച്ചു എന്നാണ് പറഞ്ഞത്. അത് മാതാവിൻ്റെ ഒരു വലിയ ഇടപെടലായിരുന്നു. പിന്നീട് വീണ്ടും ഡോക്ടേഴ്സ് തീരുമാനിച്ചു അന്ന് തന്നെ സിസേറിയൻ ചെയ്യാമെന്നും വീണ്ടും ഈ മകളെ തിരിച്ചു വിളിക്കുകയാണ്. അപ്പോൾ ആ ആപ്പിൾ കഴിച്ചതിനാൽ 6 മണിക്കൂറിൻ്റെ സമയം വേണം, അതുകൊണ്ട് അങ്ങനെ അത് ക്യാൻസലായി. പിന്നീടാണ് അടുത്ത ദിവസം തന്നെ ഈ മോള് ഒരു നോർമൽ ഡെലിവറി ആയിരുന്നു. ഇത് ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ ഇടപെടലുണ്ട്. അമ്മയുടെയും ഈശോയുടെയും ഒരു വലിയ അനുഗ്രഹവും കൃപയുമാണ് നമ്മൾ ഈ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അമ്മയുടെയും മകളുടെയും കണ്ണീരോടെയുള്ള പ്രാർത്ഥന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആത്മീയ ജീവിതത്തിൽ 40 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ ഉള്ള ഉറച്ച വിശ്വാസത്തിൻ്റെ മുകളിലുള്ള ഓരോ വെളിപ്പെടുത്തലുകൾ. അച്ഛൻ ആദ്യം പറഞ്ഞത് 9 മാസത്തിനകം നീ പ്രഗ്നൻ്റ് ആകുമെന്നാണ്. അതുപോലെ തന്നെ സംഭവിച്ചു. അത്രയും നാൾ ഡോക്ടേഴ്സ് ഒന്നും പറയാൻ പറ്റില്ലാത്ത ആ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല, 35 ആഴ്ച കഴിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന അവസരയിൽ അച്ഛൻ പറഞ്ഞത് ഇന്ന് വൈകുന്നേരം നിങ്ങൾക്കൊരു ചാൻസ് കിട്ടും എന്നതാണ്, എല്ലാം ശരിയാകും. അച്ഛൻ നമ്മുടെ ഓരോ കാര്യങ്ങളും പ്രാർത്ഥനയോടെ, വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാണ് അച്ഛൻ നമ്മുടെ ഓരോ കാര്യങ്ങളും പരിശുദ്ധ അമ്മയിലേക്ക് പറയുന്നത്. അമ്മയാണ് ഈശോയോട് ചെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അച്ഛൻ്റെ ആത്മീയ ജീവിതത്തിലുള്ള ആ ഉയർച്ചയിൽ, ആസ്തിയിലും ആ ഡിപ്പോസിറ്റിലുമാണ് നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും. പരിശുദ്ധ അമ്മ ഒരുപക്ഷെ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടതും അച്ഛൻ്റെ ആ ആസ്തി, പ്രാർത്ഥനാ ജീവിതത്തിലുള്ള, ആത്മീയ ജീവിതത്തിലുള്ള ആ ആസ്തിയിലാണ്. പിന്നെ ഈ മക്കളുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥന ഈശോയും അമ്മയും ഏറ്റെടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത ആ നിമിഷങ്ങളിൽ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്കും വിശ്വസിക്കാം. ആശ്വാസവും പ്രത്യാശയും തരുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ കണ്ണീർ ദൈവം കാണാതെ പോകുന്നില്ല എന്ന്, നമ്മുടെ ഭാവി, നമ്മുടെ അനിശ്ചിതത്വങ്ങളെല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കരങ്ങൾ പിടിച്ച് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ പരിശുദ്ധ അമ്മയാണ്. ഭയപ്പെടാതെ നമുക്കും കർത്താവിൽ വിശ്വസിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ വിശ്വാസത്തോടെ, ഭക്തിയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ലിയ ജോസിന് കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന്, പ്രത്യേകിച്ചും ഈ കുഞ്ഞു മകന് കിട്ടിയ ആ അനുഗ്രഹത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.